ഇറാൻ യുദ്ധം കാരണം ലോകത്തിൽ എനർജി പ്രതിസന്ധി നേരിടുന്ന ഒരേ ഒരു രാജ്യമേ ഉള്ളൂ. വിശ്വഗുരു നോൺ ബയോളജിക്കൽ മോദി ഭരിക്കുന്ന ഇന്ത്യ. പാർലമെന്റിൽ ഇന്ത്യ നേരിടുന്ന എനർജി പ്രതിസന്ധിയെക്കുറിച്ച് നടന്ന ചർച്ചയിൽ തൃണമൂൽ കോൺഗ്രസ് MP കീർത്തി ആസാദ് പ്രസംഗിച്ചത് സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലാവുകയാണ്. വിവേകമില്ലാത്ത മോദിക്കൂട്ടങ്ങളുടെ ഉറക്കം കെടുത്തിയ അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിൽ മോദി പണ്ട് ഗ്യാസ് പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാൻ മുന്നോട്ട് വെച്ച ഒരു അതിനൂതന ടെക്നോളജിയെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായി വിവരിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ഒരു യുവ വിവരംകെട്ട സംഖ്യയെ അദ്ദേഹം തൻ്റെ വാക്കുകളിലൂടെ അവിടെ അടിച്ചിരുത്തി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ സംഘിക്കൂട്ടങ്ങൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ബിരുദധാരികളല്ല, മറിച്ച് ഇപ്പോൾ പുതിയ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയായ മോദി ശ്രേഷ്ഠ യൂണിവേഴ്സിറ്റി പദവി കൊടുത്ത ഗൽഗോട്ടിയ യൂണിവേഴ്സിറ്റി ബിരുദധാരികളാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മാസങ്ങളോളമാണ് ഉറക്കം നഷ്ടപ്പെടാൻ പോകുന്നത് എന്ന് നിസ്സംശയം പറയാം. സംഘിക്കൂട്ടങ്ങളുടെ തുണിയുരിഞ്ഞ അദ്ദേഹത്തിൻ്റെ വൈറൽ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് അവലോകനം ചെയ്യാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. 1983 ഇന്ത്യക്ക് ലോകകപ്പ് നേടിക്കൊടുത്ത ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ അംഗമായിരുന്നു തൃണമൂൽ കോൺഗ്രസ് MP കീർത്തി ആസാദ്. അദ്ദേഹം തൻ്റെ പ്രസംഗം തുടങ്ങിയത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രസാദം ഉണ്ടാക്കുന്നതുവരെ ഗ്യാസ് സിലിണ്ടറിന്റെ ഷോർട്ടേജ് കാരണം നിർത്തിവെച്ചത് പരാമർശിച്ചുകൊണ്ടായിരുന്നു. वैसे तो मुझे ब्रेकिंग न्यूज से शुरू करना चाहिए क्योंकि अयोध्या में जो भगवान श्री राम का मंदिर बना है वहाँ की सीता रसोई में चूल्हा नहीं जल रहा है. वहाँ पर भी गैस की कमी के कारण से अयोध्या के अंदर श्री राम मंदिर में भोजन प्रसाद बनना बंद हो चुका है. എനിക്ക് ബ്രേക്കിംഗ് ന്യൂസിൽ ആരംഭിക്കേണ്ടതുണ്ട്. കാരണം അയോധ്യയിൽ നിർമ്മിച്ച ഭഗവാൻ ശ്രീരാമന്റെ ക്ഷേത്രത്തിൽ അവിടുത്തെ സീതാ അടുക്കളയിൽ അടുപ്പ് പുകയുന്നില്ല. അവിടെ പോലും അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിൽ പോലും ഗ്യാസ് ഇല്ലാത്ത കാരണത്താൽ ഭക്ഷണവും പ്രസാദവും ഉണ്ടാക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ്. यह परिस्थिति है और संभवतः संज्ञा इसका मंत्री जी देंगे. अभी माननीय मंत्री जी ने कहा कि अंतर्राष्ट्रीय संकट है. मैं मानता हूं अंतर्राष्ट्रीय संकट है, लेकिन अभी 2 दिन पहले माननीय प्रधानमंत्री जी ने एक वक्तव्य दिया था कि कांग्रेस के लोग झूठ बोल रहे हैं, लोगों को बरगला रहे हैं, देश में कोई संकट नहीं है. अब वो बरगला रहे हैं या नहीं बरगला रहे मुझे मालूम नहीं. സ്ഥിതി എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് മന്ത്രി പ്രതിപാദിച്ചില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നു ഇത് ഇന്റർനാഷണൽ പ്രതിസന്ധി കാരണമാണ് എന്ന്. ഞാൻ സമ്മതിക്കുന്നു, അന്താരാഷ്ട്ര പ്രതിസന്ധി ഉണ്ട് എന്ന്. എന്നാൽ വെറും 2 ദിവസങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി കോൺഗ്രസിന്റെ ആളുകൾ നുണ പറയുകയാണ്, ജനങ്ങളെ പറ്റിക്കുകയാണ് എന്ന്. രാജ്യത്ത് യാതൊരു പ്രതിസന്ധിയും ഇല്ല എന്ന്. അവർ വഞ്ചിക്കുകയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. मैं इतना जानना चाहता हूं कि यदि देश में संकट नहीं है ऐसा प्रधानमंत्री ने कहा है तो 65 रुपए प्रति सिलेंडर गैस के दाम क्यों बढ़ाए गए हैं? गरीब आदमी के ऊपर मार क्यों मारी जा रही है? इस विषय के ऊपर सरकार में कोई जवाब देने को तैयार नहीं. ഞാൻ ഇത്രമാത്രം അറിയാൻ ആഗ്രഹിക്കുകയാണ്. രാജ്യത്ത് ഗ്യാസിന് ഷോർട്ടേജ് ഇല്ല എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഗ്യാസിന്റെ വില 65 രൂപ വർദ്ധിപ്പിച്ചത്? വളരെ ന്യായമായ ചോദ്യമാണ്. പ്രതിസന്ധി ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഗ്യാസ് സിലിണ്ടറിന്റെ വില 65 രൂപ വർദ്ധിപ്പിച്ചത്? എന്തുകൊണ്ടാണ് പാവപ്പെട്ട ജനങ്ങളുടെ മുകളിൽ വീണ്ടും വീണ്ടും പ്രഹരം ഏൽപ്പിക്കുന്നത്? ഈ വിഷയത്തിൽ സർക്കാരിൽ നിന്ന് ആരും ഉത്തരം നൽകാൻ തയ്യാറാകുന്നില്ല. आदरणीय जो मुझसे पहले सत्ता पक्ष की तरफ से बोल रहे थे कि सोने के दाम बढ़ रहे हैं. अरे सोने के दाम से मुझे क्या मतलब? मुझे तो मतलब उस गैस सिलेंडर से है जो गरीब आदमी तक के घर तक में जाती है और उसके घर का चूल्हा जलता है. वह बात दूसरी है कि 9 करोड़ गरीब लोगों ने दूसरी बार सिलेंडर जब फ्री में दिया गया था नहीं लिया क्योंकि 1100-1200 रुपए कीमत उसकी बन चुकी है. ऐसी परिस्थिति में मैं क्या कहूं, मुझे समझ नहीं आता. എനിക്ക് മുൻപ് സംസാരിച്ച ഭരണകക്ഷി അംഗം പറഞ്ഞത് സ്വർണത്തിന്റെ വില വർദ്ധിച്ചു എന്നാണ്. സ്വർണത്തിന്റെ വില വർദ്ധിക്കുന്നതിൽ എനിക്ക് എന്ത് കാര്യമാണ് ഉള്ളത്? എനിക്ക് പ്രശ്നമുള്ളത് പാവപ്പെട്ട ജനങ്ങളുടെ അടുപ്പ് പുകയുന്ന ഗ്യാസിന് ഷോർട്ടേജ് ഉണ്ടാകുന്നതിനാലാണ്. ആ കാര്യം മറ്റൊന്നാണ്. 9 കോടി ജനങ്ങൾ ഫ്രീ ആണെന്ന് പറഞ്ഞ് ഗ്യാസ് സിലിണ്ടർ കൊടുത്തപ്പോൾ വാങ്ങിച്ചില്ല.
കാരണം അതിൻ്റെ വില 1100-1200 രൂപ ആയിരിക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ ഞാൻ എന്തു പറയാനാണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. और साथ ही साथ तो मैं यहाँ सभी लोग बैठे हुए हैं, सब जानते हैं और ये पूरा सदन जानता है कि हमारे माननीय प्रधानमंत्री जी का जो सोच है वह आविष्कार के बारे में सोचते हैं। और यदि जो 2017 में प्रधानमंत्री जी ने कहा था, यदि उसको यह सरकार मान लेती, रिसर्च एंड डेवलपमेंट कर देती, यदि सप्लीमेंट्री बजट नहीं अगर मेन बजट में भी पैसा दे देती, तो आज गटर गैस से वो सारी कमी पूरी हो सकती थी जिस गटर गैस के बारे में प्रधानमंत्री जी ने बात किया था। അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും സഭയിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ആ വീക്ഷണം. അദ്ദേഹം നടപ്പിലാക്കുന്നതിനെക്കുറിച്ചാണ് ചിന്തിച്ചത്. 2017 പ്രധാനമന്ത്രി പറഞ്ഞത് ഈ സർക്കാർ അംഗീകരിച്ചിരുന്നെങ്കിൽ, അതിൽ ഗവേഷണവും ഡെവലപ്മെന്റും നടത്തിയിരുന്നെങ്കിൽ, ആ കാര്യത്തിൽ സപ്ലിമെന്ററി ബഡ്ജറ്റിൽ അല്ലെങ്കിൽ മെയിൻ ബഡ്ജറ്റിൽ പണം അനുവദിച്ചിരുന്നെങ്കിൽ ഇന്ന് മോദി പറഞ്ഞതുപോലെ ഓടയിലെ ഗ്യാസ് കൊണ്ട് ഗ്യാസിന്റെ ഷോർട്ടേജ് പൂർണ്ണമായി പരിഹരിക്കാമായിരുന്നു. പ്രധാനമന്ത്രി പറഞ്ഞ ഓടയിലെ ഗ്യാസിനെ കുറിച്ച് ഇത്രമാത്രം ഗ്യാസ് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യം വരികയില്ലായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം, വിവരം കെട്ട മോദി 2017 പറഞ്ഞത് ഗുജറാത്തിൽ അഹമ്മദാബാദിൽ ഒരു ചായക്കടക്കാരൻ ഒരു ചായക്കട ഇട്ടു, ഓടയിൽ ഒരു പാത്രം കമഴ്ത്തി വെച്ച് അതിലൊരു തുളയിട്ട് അതിലൂടെ ഒരു പൈപ്പ് ഇറക്കി വെച്ച് ആ പൈപ്പ് സ്റ്റൗവിൽ കണക്ട് ചെയ്ത് ഓടയിൽ നിന്ന് വരുന്ന ഗ്യാസ് കൊണ്ട് ചായ ഉണ്ടാക്കി വിറ്റു എന്ന്. തലച്ചോറില്ലാത്ത സംഖ്യകളെ പോലെ തലയ്ക്കകത്ത് ചാണകമുള്ള പ്രധാനമന്ത്രിയുടെ ശാസ്ത്രീയമായ അറിവാണ് ഇത്, അവരുടെ മാസ്റ്റർ സ്ട്രോക്ക്. सब घर के नीचे गटर है, सब गटर में डालो, कैसे बताया था, पाइप डाला, कैसे बर्तन उल्टा किया, छेद किया और उसमें से निकलता तो पैसा भी बचता। इतना हमें आयात करने की आवश्यकता नहीं पड़ती। എല്ലാ വീടുകളുടെ അടിയിലും ഡ്രെയിനേജ് ഉണ്ട്. ആ ഡ്രെയിനേജിൽ പാത്രം കമിഴ്ത്തി വെച്ച് അതിന്റെ നടുക്ക് ഒരു തുളയിട്ട് അതിലൂടെ വരുന്ന പൈപ്പിൽ അതിൽ നിന്ന് വരുന്ന ഗ്യാസ് ഉപയോഗിച്ച് ഇരുന്നെങ്കിൽ എത്ര പണം ലാഭിക്കാമായിരുന്നു. സംഘികളുടെ കാവിക്കളസം കീറിപ്പോകുന്ന വാക്കുകളായിരുന്നു ഇത് എന്ന് പറയേണ്ടതില്ലല്ലോ. ഈ ഭൂലോക ശാസ്ത്രജ്ഞൻ തലച്ചോറില്ലാത്ത മോദിയാകട്ടെ രാജ്യത്ത് ഇത്ര വലിയ പ്രതിസന്ധി ഉണ്ടാവുമ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ഊളം ചിരിച്ച് കൈവീശി സംസ്ഥാനങ്ങൾ തോറും നടക്കുകയാണ്. പാർലമെന്റിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്തിട്ടും യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി അദ്ദേഹം പറയുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ മോദി സർക്കാർ അവർക്ക് അർഹതപ്പെട്ട പണം നൽകാതെ വരിഞ്ഞു മുറുക്കുന്നതിനെ കുറിച്ചാണ്. अब यह तो सभी जानते हैं कि यहाँ पर डीएमके के लोग भी बैठे हैं, यहाँ तेलंगाना से भी कांग्रेस के लोग भी बैठे हुए हैं, केरला के भी लोग बैठे हैं लेफ्ट के। बंगला विरोधी ही केवल यह सरकार नहीं है, जहां 21 राज्यों में इनकी सरकार है, चाहे अपनी हो या मिलीजुली एनडीए की हो, वहां पैसा पूरा केंद्र का शेयर मिलता है, लेकिन इन 4 राज्यों में नहीं मिलता क्योंकि ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ DMKയുടെ ആളുകൾ ഇരിപ്പുണ്ട്, തെലങ്കാനയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ ആളുകൾ ഇരിപ്പുണ്ട്, കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഉണ്ട്. ഈ സർക്കാർ ബംഗാൾ വിരോധികൾ മാത്രമല്ല, ഇവരുടെ സർക്കാരുള്ള അല്ലെങ്കിൽ കൂട്ടുകക്ഷി ഭരണമുള്ള 21 സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിന്റെ പൂർണ്ണ ഷെയർ നൽകുന്നുണ്ട്. എന്നാൽ ഈ 4 സംസ്ഥാനങ്ങളിൽ നൽകുന്നില്ല. और आज ये खड़े हुए इन्होंने जिस प्रकार से बंगाल के लोगों को दबाने का प्रयास किया है, एक चीज समझ लें कि बंगाल के लोग डरने वाले और दबने वाले नहीं हैं। पहले भी मुंह की 2021 में खाई थी, 2026 में भी खाने वाले हैं. ഇന്ന് ഇവർ എഴുന്നേറ്റ് നിന്ന് ബംഗാളിലെ ആളുകളെ സമ്മർദ്ദത്തിൽ എത്തരത്തിലാക്കുന്നുവോ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ, ബംഗാളിലെ ആളുകൾ ഭീഷണിക്ക് വഴങ്ങുന്നവരല്ല. 2021 മുഖമടച്ച് കിട്ടി, അതുപോലെ 2026 ഇവരുടെ മുഖമടച്ച് കിട്ടാൻ പോവുകയാണ്. 2021 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതുപോലെ തന്നെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും BJP ബംഗാളിൽ പച്ച തൊടുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് BJPയിലെ ഒരു യുവ MP ഒച്ചയിട്ട് അദ്ദേഹത്തെ സംസാരിക്കുന്നതിൽ നിന്ന് തടയാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടുകൊള്ളൂ. बाबू मत बोलो, फिर तुम्हारे बारे में बोलेंगे. उस दिन गिरिराज के बारे में बोले थे, तुम्हारे बारे में बोलना पड़ेगा. मत बोलो बेटा, मत बोलो, बेटे की तरह हो, मत बोलो. हाँ, दादा की तरह. ബാബു മിണ്ടാതെ ഇരുന്നുകൊള്ളൂ, അല്ലെങ്കിൽ നിന്നെക്കുറിച്ചും പറയേണ്ടി വരും.
മുൻപ് ഗിരിരാജ് സിംഗിനെ കുറിച്ച് പറഞ്ഞതുപോലെ നിന്നെക്കുറിച്ച് പറയാൻ അവസരമുണ്ടാക്കരുത്, മിണ്ടാതിരിക്കടാ ചെറുക്ക, മിണ്ടാതിരിക്കൂ, മര്യാദയ്ക്ക് അവിടെ അടങ്ങിയിരിക്കുക. ഇനിയാണ് അദ്ദേഹം സംഘികളുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി അറിവിനെക്കുറിച്ചും സംഘികൾ അവരുടെ പുതിയ യൂണിവേഴ്സിറ്റിയായ ഗൽഗോട്ടിയ യൂണിവേഴ്സിറ്റി ബിരുദധാരികളാണ് എന്ന് പറയുന്നതും. अब सर्व शिक्षा अभियान का बात कर लेते हैं. अब आजकल तो अधिकतर आप देखिए तो मोस्टली जितने लोग यहाँ भी जानने वाले बैठे हैं, अधिकतर तो ज्ञान व्हाट्सएप यूनिवर्सिटी से ही मिलता है. आजकल नया यूनिवर्सिटी आ गया है, गलगोटिया यूनिवर्सिटी. आजकल तो लोग ज्ञान वहीं से ले रहे हैं. गलगोटिया के ഇപ്പോൾ സർവശിക്ഷ അഭിയാനിനെ കുറിച്ച് പറയുന്നു. ഭരണപക്ഷത്തിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിവ് ലഭിക്കുന്നത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ പുതിയൊരു യൂണിവേഴ്സിറ്റി വന്നിരിക്കുകയാണ്, ഗൽഗോട്ടിയ യൂണിവേഴ്സിറ്റി. ഇപ്പോൾ BJP-ക്കാർക്ക് അറിവ് ലഭിക്കുന്നത് അവിടുന്നാണ്. ചുരുക്കി പറഞ്ഞാൽ വിവരം കെട്ട മോദിയുടെ ഭൂലോക വിട്ടിത്തരത്തെ സഭയിൽ സംഘികളുടെ മുന്നിൽ വെച്ച് അദ്ദേഹം വ്യക്തമായി തുറന്നു കാണിച്ചു. അതുപോലെ സംഘികളുടെ അറിവ് എത്രമാത്രമാണ് എന്നും വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അവർക്ക് അറിവ് ലഭിക്കുന്നത് എന്നും പാർലമെന്റിൽ അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ്. വിവരം കെട്ട സംഘിക്കൂട്ടങ്ങളുടെയും മോദിയുടെയും മുഖമടച്ചു കൊടുത്ത അദ്ദേഹത്തിന്റെ പ്രസംഗത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?